അപ്പോൾ നമുക്ക് നോക്കാം ചെയർമാൻ മെമ്പേഴ്സ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ആണ്. ആദ്യം ചെയർമാൻ ആണ്. ഒന്നാമത്തെ കോമൺ ആയിട്ട് പറയുന്ന പോയിന്റ് ആണ്, അദ്ദേഹം ഒരു പൊതുസമ്മതനായിരിക്കണം. പൊതുസമ്മതൻ എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ഗെറ്റ് പബ്ലിക് അക്സെപ്റ്റൻസി. അതായത് എന്താണ്, ആരാലും എതിർക്കപ്പെടാത്തവനാണ്. പൊതുസമ്മതൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് നല്ല കാര്യങ്ങൾ പറയിപ്പിക്കുന്നതും ആരാലും എതിർക്കപ്പെടാത്ത വ്യക്തിയുമായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് പൊതുസമ്മതനായിരിക്കണം. പബ്ലിക് അക്സെപ്റ്റൻസി, ഹി ഷുഡ് ഗെറ്റ് പബ്ലിക് അക്സെപ്റ്റൻസി, ആരാലും എതിർക്കപ്പെടാത്തവൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനം. ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി ഹി ഷുഡ് ബി എ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. വിരമിച്ച സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാളെ ലോക്പാൽ ചെയർമാനായി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ലോക്പാൽ ചെയർമാൻ ആവണമെങ്കിലുള്ള യോഗ്യത എന്താണ്? അദ്ദേഹം വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ. വിരമിച്ചതാണ്, റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിനെ നമുക്ക് എന്താക്കാം? ലോക്പാലിലെ ചെയർമാൻ ആക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഇതില്ല, ഇങ്ങനെയുള്ള ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ക്വാളിഫിക്കേഷൻ ആയാലും മതി. എന്താണ് മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പ്രമുഖനായ ഒരു വ്യക്തി ആയിരിക്കണം. പ്രമുഖനായ വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രധാനമായും അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് അഴിമതി വിരുദ്ധ ആന്റി കറപ്ഷൻ പോളിസി നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയവും അറിവും ഉള്ള വ്യക്തിയായിരിക്കണം. അതായത് അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി ഒരു പ്രമുഖ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ലോക്പാലിലെ ചെയർമാൻ ആക്കാവുന്നതാണ്. അപ്പോൾ അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരാളാണെങ്കിൽ, ഒരു പ്രമുഖ വ്യക്തിയാണെങ്കിലും നമുക്ക് എന്താക്കാം? ഒരു ലോക്പാലായി നിയമിക്കാവുന്നതാണ്, ചെയർമാനായിട്ട് നിയമിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് വിജിലൻസിൽ വർക്ക് ചെയ്ത ആള്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം, ഫിനാൻസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഈ മേഖലയിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്താക്കാവുന്നതാണ്? ലോക്പാലിലെ ചെയർമാൻ ആക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ലോക്പാലിലെ ചെയർമാൻ ആക്കാനുള്ള 3 ക്വാളിഫിക്കേഷൻസ്. ഒന്നാമത്തത് കോമൺ ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷനാണ്, അദ്ദേഹം ഒരു പൊതുസമ്മതനായിരിക്കണം. അതായത് ആരാലും എതിർക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരിക്കണം. അത് കോമൺ ആയിട്ട് പറയുന്നത്. ഏറ്റവും പ്രധാനം 2ഉം 3ഉം ആണ്. അതിൽ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ബി എ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ ആകാം. ഒന്ന്. അല്ലെങ്കിൽ എന്താകാം? അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട മേഖലയിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള അറിവുള്ള ഒരു പ്രമുഖ വ്യക്തിയും ആയാലും മതി. അതായത് വിജിലൻസോ, ബാങ്കിങ്, ഇൻഷുറൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, ഇവിടെയുള്ള ഈ ഒരു മേഖലകളിലെല്ലാം 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയെയും എന്താക്കാവുന്നതാണ്? ലോക്പാലിലെ ചെയർമാൻ ആക്കാവുന്നതാണ്. വ്യക്തമായോ? അപ്പോൾ ഇതാണ് ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ. ഓക്കെ. ഇനി അടുത്ത മെമ്പേഴ്സ്. ശ്രദ്ധിക്കണേ, മെമ്പേഴ്സ് ആണ് ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ. മെമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 8 പേരിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും കേട്ടോ. 2ആയിട്ട് 50% ജുഡീഷ്യൽ മെമ്പേഴ്സാണ്. അതായത് നിയമവുമായി ബന്ധപ്പെട്ട ജഡ്ജിമാരോ ജസ്റ്റിസുമാരോ അങ്ങനെയുള്ളത്. 50% ജുഡീഷ്യൽ മെമ്പേഴ്സാണ്, നിയമവുമായി ബന്ധപ്പെട്ട മെമ്പേഴ്സും. 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സുമാണ്. അപ്പോൾ 50% ജുഡീഷ്യൽ മെമ്പേഴ്സും 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സുമാണ്. അപ്പോൾ 8ന്റെ 50% പകുതി എന്ന് പറയുന്നത് 4 അല്ലേ? അപ്പോൾ 4 ജുഡീഷ്യൽ മെമ്പേഴ്സും പിന്നെ ബാക്കി 4 നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്. അതിൽ ഈ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ജുഡീഷ്യൽ മെമ്പേഴ്സ് റിട്ടയേർഡ് ആയിട്ടുള്ള ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്.
അപ്പോൾ 50% ജുഡീഷ്യൽ മെമ്പേഴ്സാണ്. ഈ ജുഡീഷ്യൽ മെമ്പേഴ്സ് 4 പേര്. ക്വാളിഫിക്കേഷൻസ് എന്താണ്? റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി അഥവാ റിട്ടയേർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇതും റിട്ടയേർഡ് ആണ് കേട്ടോ. റിട്ടയേർഡ് ആയിട്ടുള്ള വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി. ഈ ഒരു ക്വാളിഫിക്കേഷൻ, 2 ക്വാളിഫിക്കേഷൻ ആവാം. 50% ജുഡീഷ്യൽ മെമ്പേഴ്സ് അഥവാ 4 ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ. റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് അഥവാ റിട്ടയേർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയി വിരമിച്ച വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ള 50% എന്ന് പറയുന്നത് നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആണ്. ഈ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ SC കമ്മ്യൂണിറ്റി അഥവാ ST കമ്മ്യൂണിറ്റി അഥവാ OBC അഥവാ മൈനോറിറ്റി അഥവാ വുമൺ, ഈ 5 കാറ്റഗറിയിലുമുള്ള 4 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. SC ആകാം, SC ആകണം ഒന്നുകിൽ, അല്ലെങ്കിൽ ST ആകണം, അല്ലെങ്കിൽ OBC, മൈനോറിറ്റി, വിമൺ. അപ്പോൾ ഈ 5 കാറ്റഗറിയിലുമുള്ള ഏതെങ്കിലും 4 പേരെ ആയിരിക്കും എന്താണ് 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിലെ ഈ SC ആവാം, ST ആവാം, OBC, മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു വനിതയായിരിക്കണം എന്നുള്ളതാണ്. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? ഈ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ലോക്പാലിൽ നിങ്ങളെ പഠിപ്പിച്ച ചെയർമാൻ്റെ 3ാമത്തെ ക്വാളിഫിക്കേഷനാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ. അതായത് എന്താണ്? അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി ആയിരിക്കണം 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷനും ചെയർമാൻ്റെ 3ാമത്തെ ക്വാളിഫിക്കേഷനും സെയിം ആണ്. അതായത് ഈ 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ദേ ഹാവ് ടു ബി SC അല്ലെങ്കിൽ SCT അല്ലെങ്കിൽ OBC, മൈനോറിറ്റി അല്ലെങ്കിൽ വുമൺ ആയിരിക്കണം. അപ്പോൾ ഇതാണ് മെമ്പേഴ്സ്. അപ്പോൾ മെമ്പേഴ്സ് 8 പേരാണ്. അതിൽ 50% ജുഡീഷ്യൽ മെമ്പേഴ്സും 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സുമാണ്. അപ്പോൾ ജുഡീഷ്യൽ മെമ്പേഴ്സ് 50% എന്ന് പറഞ്ഞാൽ 4 പേര്. അത് റിട്ടയേർഡ് SC സുപ്രീം കോടതി ജഡ്ജ് അഥവാ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് 4 പേര്. SC, ST, OBC, മൈനോറിറ്റി, വിമൺ. ഈ കാറ്റഗറിയിലുള്ളവർ തന്നെ ആയിരിക്കണം. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെയർമാൻ്റെ 3ാമത്തെ ക്വാളിഫിക്കേഷനും സെയിം ആണ്. 25 വർഷത്തെ പ്രാവീണ്യം തെളിയിച്ച മേഖല, അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് പ്രാവീണ്യം തെളിയിച്ച മേഖലയിലുള്ളവരായിരിക്കണം. വിജിലൻസിലുള്ളവരാകാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ളവരാകാം, ഫിനാൻസ്, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നുള്ള ഈ ഒരു മേഖലയിലുള്ളവർക്കൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നു. നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നു. ഇനി നോക്കൂ, ഈ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും സാലറി എങ്ങനെയാണെന്ന് നോക്കാം. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സാലറി ആൻഡ് അലവൻസസ് എടുക്കുന്നത് എവിടെ നിന്നുമാണ് എന്ന് ചോദിച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ചെയർമാനും മെമ്പേഴ്സിനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത്. അപ്പോൾ ചെയർമാനും മെമ്പേഴ്സിനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ഏതിൽ നിന്നുമാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 266 ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 266, 266 ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 266 എന്ന് പറയുന്നത്. ചെയർമാന്റെയും അംഗങ്ങളുടെയും സാലറി നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. ഇനി ഇവരുടെ സാലറി മറ്റ് ആനുകൂല്യങ്ങളും ആർക്കെങ്കിലും തുല്യമാണോ? അതെ, ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറിയോട് തുല്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാലറിയും എന്ത് തന്നെയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ചെയർമാന് നൽകുന്നത്. അപ്പോൾ ചെയർമാന് നൽകുന്ന സാലറി ആർക്ക് തുല്യമാണ്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് നൽകുന്ന സാലറി എത്രയാണ്? 2,80,000
രൂപ അല്ലേ, 2,80,000. 2,80,000 രൂപയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി. അത് തന്നെയാണ് ആർക്ക് നൽകുന്നത്? ചെയർമാന് നൽകുന്നത്. എന്നാൽ അംഗങ്ങൾക്ക് സാലറി അല്ലെങ്കിൽ അംഗങ്ങളുടെ സാലറി ആൻഡ് അലവൻസ്, അതായത് ജുഡീഷ്യൽ അംഗമായാലും നോൺ ജുഡീഷ്യൽ അംഗമായാലും സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിയാണ്. അപ്പോൾ സാലറി ആൻഡ് അലവൻസ് സിമിലർ ടു സുപ്രീം കോർട്ട് ജഡ്ജ്. സുപ്രീം കോർട്ട് ജഡ്ജിന്റെ സാലറി എത്രയാണെന്ന് അറിയാമോ? 2,50,000 ആണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി എത്രയാണ്? 2,50,000 ആണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സാലറി ഓഫ് ചെയർമാൻ സിമിലർ ടു ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 2,80,000. സാലറി ഓഫ് ദ മെമ്പേഴ്സ് സിമിലർ ടു ദാറ്റ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ്. സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി വിച്ച് ഇസ് സിമിലർ ടു 2,50,000. And their salary is taken from Consolidated Fund of India. യിൽ നിന്നുമാണ് സാലറി കൊടുക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 266 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ചെയർമാൻ, മെമ്പേഴ്സ്, ഇവരുടെ ക്വാളിഫിക്കേഷൻസ് ആണ് പഠിച്ചത്. ഒന്നുകൂടെ ഓർത്ത് നോക്കിയാലോ. ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് കോമൺ ആയിട്ട് പറയുന്നത് അദ്ദേഹം ഒരു പൊതുസമ്മതനായിരിക്കണം. ദാറ്റ് ഇസ് ഹി ഷുഡ് ഗെറ്റ് പബ്ലിക് അക്സെപ്റ്റൻസി, ആരാലും എതിർക്കപ്പെടാത്തവൻ. രണ്ടാമത്തേത് ഹി ഷുഡ് ബി എ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി. അത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ആയാലും മതി. 25 വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രാഗൽഭ്യവും വിജിലൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ തെളിയിച്ച വ്യക്തിയാകാം. എന്നാൽ മെമ്പേഴ്സ് 50 ജുഡീഷ്യൽ, 50 നോൺ ജുഡീഷ്യൽ. ജുഡീഷ്യൽ മെമ്പർ ഷുഡ് ബി ക്വാളിഫിക്കേഷൻ ഇസ് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. മാത്രമല്ല 50% നോൺ ജുഡീഷ്യൽ മെമ്പർ 4 പേര് SC, ST, OBC, മൈനോറിറ്റി, വിമൺ, ഈ 5 മേഖലയിലെ ഈ 5 കാറ്റഗറിയിലെ 4 പേരാകാം. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം. ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 266 ആണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. ഇനി ഇവരുടെ സാലറി, ചെയർമാൻ്റെ സാലറി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എത്ര? 2,80,000 രൂപയാണ്. എന്നാൽ മെമ്പേഴ്സിന്റെ സാലറി, സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിയാണ് എത്രയാണ്? 2,50,000 രൂപയാണ്. ഇനി അടുത്തത് ലോക്പാലിൻ്റെ പരിധിയിൽ വരുന്ന കേസുകളെ കുറിച്ചാണ് പറയുന്നത്. ലോക്പാലിൻ്റെ പരിധിയിൽ വരുന്ന കേസസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് സാധാരണ നോർമൽ കേസ്. ലോക്പാലിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കേസ് സാധാരണ കേസാണ്, നോർമൽ കേസാണ്. അതിന് 2 സ്റ്റേജസ് പറയാം. ഒന്ന് പ്രൈമറി എൻക്വയറി, പ്രാഥമിക അന്വേഷണം. നോർമൽ ഒരു കേസ് ലോക്പാലിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ പ്രാഥമിക അന്വേഷണം എന്ന് പറയുന്നത് 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. പ്രാഥമിക അന്വേഷണം എന്താണ്? 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. പ്രാഥമിക അന്വേഷണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം എന്നാണ്. പക്ഷേ എന്നിരുന്നാലും 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തും കൊടുക്കാറുണ്ട്. പ്രാഥമിക അന്വേഷണം എന്താണ്? 3 മാസം കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു കേസ് ലോക്പാലിലേക്ക് വന്നു, പ്രാഥമിക അന്വേഷണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. എന്നിരുന്നാലും 3 മാസം വരെ വീണ്ടും കേസ് അന്വേഷണം, പ്രാഥമിക അന്വേഷണം എക്സ്റ്റെൻഡ് ചെയ്യുവാൻ അഥവാ നീട്ടുവാനുള്ള അനുമതി കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞാൽ വളരെ വിശദമായ അന്വേഷണം, ഡീറ്റെയിൽഡ് അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കണം. എന്നിരുന്നാലും ഈ പ്രാഥമിക എൻക്വയറി പോലെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. എത്ര മാസം? 6 മാസം. 6 മാസം കൂടി വീണ്ടും എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുവാൻ അനുവാദമുണ്ട്. അപ്പോൾ ഈ 2 കാര്യം പഠിക്കുക. ഈ മാസങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ പ്രാഥമിക അന്വേഷണമാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. എന്നിരുന്നാലും 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അന്വേഷണം, പ്രാഥമിക അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡീറ്റെയിൽഡ് അന്വേഷണം മുഴുവൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽഡ് അന്വേഷണം എന്ന് പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. എന്നിരുന്നാലും വീണ്ടും ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് ഓർക്കുക. ഇനി ഒരു ലോക്പാൽ അംഗത്തിന് എതിരെയാണ് കുറ്റാരോപണം വരികയെങ്കിൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ലോക്പാൽ അംഗത്തിന് എതിരായിട്ട് ഒരു കുറ്റം വരികയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു, സുപ്രീം കോടതിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുകയും സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് അന്വേഷിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിൻ്റെ കാലാവധിയാണ് ചോദിക്കുന്നത്. ഒരു ലോക്പാൽ അംഗം, ആ അംഗം കുറ്റക്കാരനാണെങ്കിൽ പ്രാഥമിക അന്വേഷണം എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകണം. പ്രാഥമിക അന്വേഷണം എന്ന് പറയുന്നത് 30 ദിവസം, അതായത് 1 മാസം, 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കണം. എന്നാൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസത്തിനുള്ളിൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എത്ര മാസം? 3 മാസം. 3 മാസത്തിനുള്ളിൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണം. തൊട്ട് മുന്നിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു ലോക്പാൽ അംഗത്തിനെ നീക്കം ചെയ്യുവാൻ പ്രസിഡന്റ് എടുക്കുന്ന മാക്സിമം സമയം 3 മാസം. 3 മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും എന്ത് ചെയ്യണം? നീക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രൈമറി എൻക്വയറി ഒരു ലോക്പാൽ അംഗമാണെങ്കിൽ പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം, കംപ്ലീറ്റ് ചെയ്യണം. മാത്രമല്ല അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും എന്ത് ചെയ്തിരിക്കണം? നീക്കം ചെയ്തിരിക്കണം. എന്നാൽ ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം നടത്തണം, പ്രൈം മിനിസ്റ്ററിനെതിരെ നമുക്ക് അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിലെ 2/3 അംഗങ്ങൾ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം. ലോക്പാൽ സമിതിയിലെ 2/3 അംഗങ്ങൾ, അതായത് മൊത്തത്തിൽ ലോക്പാൽ സമിതിയിൽ എത്ര പേരുണ്ട്? ചെയർമാൻ ഉൾപ്പെടെ 9 പേര്. അപ്പോൾ 2/3 of 9 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 പേര് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പിന്തുണച്ചാൽ മാത്രമേ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു അന്വേഷണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 3 അന്വേഷണങ്ങളാണ്. ഒന്ന്, സാധാരണ ലോക്പാലിൻ്റെ പരിധിയിൽ വരുന്ന കേസുകളാണെങ്കിൽ പ്രാഥമിക അന്വേഷണം പ്രൈമറി എൻക്വയറി 3 മാസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കണം. എന്നിരുന്നാലും 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നാൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് 6 മാസത്തിനുള്ളിലായിരിക്കണം. എന്നിരുന്നാലും 6 മാസം കൂടെ ആ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് സമയം നീട്ടിക്കൊടുക്കാൻ ഉള്ള അധികാരമുണ്ട്. എന്നാൽ ഒരു ലോക്പാൽ അംഗത്തിന് നേരെയാണ് കുറ്റാരോപണം വരികയാണെങ്കിൽ പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. 3 മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെങ്കിൽ സ്ഥാനത്ത് നിന്നും രാഷ്ട്രപതി നീക്കം ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രധാനമന്ത്രിക്ക് എതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ആദ്യം എന്ത് വേണം? ലോക്പാൽ സമിതിയിലെ 2/3 അംഗങ്ങൾ പിന്തുണയ്ക്കണം. 2/3 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ടോട്ടൽ. അതിന് 2/3 6 മെമ്പേഴ്സ് എങ്കിലും പിന്തുണച്ചാൽ മാത്രമേ ഒരു പ്രധാനമന്ത്രിക്ക് നേരെ നമുക്ക് ഒരു അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കേസുകൾ. ഇതിന് നിങ്ങൾ പ്രധാനമായിട്ടും മാസങ്ങളാണ് നോക്കേണ്ടത്. 3 മാസം, ചിലപ്പോൾ ഓപ്ഷനിൽ 3 മാസം എന്നായിരിക്കില്ല തരുന്നത്, 90 ദിവസം എന്നായിരിക്കും തരുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ എഴുതാം, 3 മാസം അല്ലെങ്കിൽ 90 ദിവസം എന്ന് പഠിച്ചു വെച്ചാലും മതി. 3 മാസം 90 ദിവസം, 3 മാസം 90 ദിവസം എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇൻവെസ്റ്റിഗേഷൻ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകണം. ഇത് വളരെ പ്രധാനമാണ്. ജസ്റ്റ് ഒന്ന് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്പാലിനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അവസാനത്തെ ലോക്പാൽ തീർന്നു. ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞ പോയിന്റ്സും കൂടെ കഴിഞ്ഞാൽ ലോക്പാൽ എന്ന് പറയുന്ന ഈ വൈഡ് ഏരിയ തീർന്നിരിക്കുകയാണ്. അടുത്തത് ലോകായുക്തയിലേക്ക് പോകാം. അപ്പോൾ ലോക്പാൽ നോക്കിക്കോണേ. ലോക്പാലിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ്? ലോക്പാലിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേരാണ് പ്രശാന്ത് മിശ്ര. അപ്പോൾ ലോക്പാൽ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ്? പ്രശാന്ത് മിശ്രയാണ് ലോക്പാൽ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി, പ്രശാന്ത് മിശ്ര. എന്നാൽ നിലവിൽ ലോക്പാൽ ചെയർമാൻ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. നിലവിലെ ലോക്പാൽ ചെയർമാൻ, ഞാൻ പറഞ്ഞു ലോക്പാൽ 2019 മാർച്ച് 19 പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ലോക്പാലിലെ ചെയർമാൻ്റെ പേരെന്താണ്? പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷ് ആണ് ലോക്പാലിലെ ചെയർമാൻ. നിലവിലെ ലോക്പാൽ ചെയർമാൻ ആര്? പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ഇനി ലോക്പാലിൽ ഞാൻ പറഞ്ഞു 8 അംഗങ്ങളില്ലേ, അതായത് ചെയർമാൻ കൂടാതെ 8 അംഗങ്ങൾ. അതിൽ 4 പേര് ജുഡീഷ്യലും 4 പേര് നോൺ ജുഡീഷ്യലും ആണെന്ന് പറഞ്ഞല്ലേ. ഈ 4 പേര് ജുഡീഷ്യൽ
ജുഡീഷ്യലിലെ ഒരാൾ വനിതയാണ്. ഓക്കെ, ആ വനിതയുടെ പേരെന്താണ്? ജുഡീഷ്യലിൽ 4 പേരുണ്ട്, നോൺ ജുഡീഷ്യലിൽ 4 പേരുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ അംഗം ആ 4 പേരിൽ ഒരാൾ ഒരു വനിതയാണ്. അയാളുടെ പേര് പഠിച്ചു വെക്കുക, ചോദിക്കാം. വനിത പേര് അഭിലാഷ കുമാരി. എന്താണ് പേര്? അഭിലാഷ കുമാരി. മണിപ്പൂരിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആദ്യത്തെ വനിതയാണ് അഭിലാഷ കുമാരി. അപ്പോൾ ജുഡീഷ്യൽ അംഗത്തിലെ ഒരാൾ ഒരു വനിതയാണ്. എന്താണ് പേര്? അഭിലാഷ കുമാരി. അഭിലാഷ കുമാരിയാണ്. അഭിലാഷ കുമാരി മണിപ്പൂരിലെ ആദ്യത്തെ വിമൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. മണിപ്പൂരിലെ ആദ്യത്തെ വിമൻ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അടുത്തത് നോൺ ജുഡീഷ്യൽ അംഗങ്ങൾ എത്ര പേര്? 4 പേരാണ്. അതിലും ഒരു വനിതയുണ്ട്. അതിലല്ലെങ്കിൽ നമ്മൾ കാറ്റഗറിയിലെ SC ST OBC മൈനോറിറ്റി വുമൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വനിതയുണ്ട്. വനിതയുടെ പേരാണ് അർച്ചന രാമസുന്ദരം. എന്താണ്? അർച്ചന രാമസുന്ദരം. ഓക്കെ, അപ്പോൾ നോൺ ജുഡീഷ്യൽ അംഗങ്ങളുണ്ട്. അതിൽ ഒരാൾ വനിതയാണ്. പേര് അർച്ചന രാമസുന്ദരം എന്നാണ് പേര്. അർച്ചന രാമസുന്ദരം CBIയുടെ ആദ്യത്തെ അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന വനിതയാണ് അർച്ചന രാമസുന്ദരം. അപ്പോൾ ജുഡീഷ്യലിൽ ഒരു വനിതയുള്ള അഭിലാഷ കുമാരി, നോൺ ജുഡീഷ്യലിലെ ഏക വനിത അർച്ചന രാമസുന്ദരം. CBI അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന വനിതയാണ് അർച്ചന രാമസുന്ദരം. ഇനി സെക്രട്ടറി എന്ന് ചോദിച്ചാൽ, അഥവാ സെക്രട്ടറി ജനറൽ എന്ന് ചോദിച്ചാൽ ബ്രിഡ്ജ് കുമാർ അഗർവാൾ. സെക്രട്ടറി എന്നോ സെക്രട്ടറി ജനറൽ എന്നോ ചോദിച്ചാൽ ആരാണ്? ബ്രിഡ്ജ് കുമാർ അഗർവാൾ ആണ് സെക്രട്ടറി അഥവാ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 2020 കോവിഡ് ബാധിച്ച് മരിച്ച ലോക്പാലിലെ അംഗമാര്? അജയ് കുമാർ ത്രിപാഠിയാണ്. 2020 കോവിഡ് ബാധിച്ച് മരിച്ച ലോക്പാലിലെ അംഗമായിരുന്നു അജയ് കുമാർ ത്രിപാഠി. അദ്ദേഹം ഛത്തീസ്ഗഡിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട 2020 മരണപ്പെട്ട ലോക്പാൽ അംഗമാര് എന്ന് കറണ്ട് അഫെയറിൽ ചോദിക്കാം. ആരാണ്? അജയ് കുമാർ ത്രിപാഠിയാണ്. അപ്പോൾ ലോക്പാൽ ലോഗോ ഡിസൈൻ ചെയ്തത് പ്രശാന്ത് മിശ്രയാണ്. ചെയർമാൻ പിനാക്കി ചന്ദ്രഘോഷാണ്. ജുഡീഷ്യൽ അംഗങ്ങളിൽ വനിതാ അംഗം അഭിലാഷ കുമാരി, നോൺ ജുഡീഷ്യലിലെ വനിതാ അംഗം അർച്ചന രാമസുന്ദരം, സെക്രട്ടറി ബ്രിഡ്ജ് കുമാർ അഗർവാൾ. എന്നാൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ലോക്പാൽ അംഗമായിരുന്നു അജയ് കുമാർ ത്രിപാഠി. അപ്പോൾ ഇതോടുകൂടി ലോക്പാൽ എന്ന് പറയുന്ന ഈ പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ലോകായുക്ത, അതോടുകൂടി ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. സോ നമുക്ക് നോക്കാം എന്താണ് ലോകായുക്ത. അപ്പോൾ ലോക്പാൽ നമുക്കറിയാം എന്താണ്? കേന്ദ്ര തലത്തിലെ അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ലോക്പാൽ. കേന്ദ്ര തലത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതിയും അതുപോലെ രാഷ്ട്രീയക്കാരുടെ ദുർഭരണവും നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം എല്ലാം തടയാൻ വേണ്ടിയിട്ട് കേന്ദ്ര തലത്തിൽ നിലവിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഏത്? ലോക്പാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സംസ്ഥാന തലത്തിൽ നിലവിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ലോകായുക്ത. ലോക്പാൽ കാണാത്തവർ അതെടുത്ത് കണ്ട ശേഷം മാത്രമേ ലോകായുക്ത കാണാവുള്ളൂ വീഡിയോ. കാരണം ലോക്പാൽ മനസ്സിലാക്കിയാൽ മാത്രമേ ലോകായുക്തയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോക്പാൽ വീഡിയോ കണ്ടതിന് ശേഷം ലോകായുക്ത കാണുക. അപ്പോൾ ലോകായുക്ത എന്ന് പറയുന്നത് ലോക്പാൽ പോലെ സംസ്ഥാന തലത്തിലെ എന്താണ്? അഴിമതി വിരുദ്ധ സ്ഥാപനമാണ്. ലോക്പാലിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാന തലത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതി തടയുവാനും രാഷ്ട്രീയക്കാരുടെ ദുർഭരണം അവസാനിപ്പിക്കാനും സ്വജനപക്ഷപാതം തടയുവാനും വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടതാണ് ഏത്? ലോകായുക്ത. സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ട അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ഏത്? ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ ലോകായുക്തയ്ക്ക് പല പേരുകളിൽ അറിയപ്പെടുന്നു. ലോക്പാലും ആ പേരുകളിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. സംസ്ഥാന തലത്തിലെ വാച്ച് ഡോഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സംസ്ഥാന തലത്തിലെ വാച്ച് ഡോഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഥവാ പ്രൊട്ടക്ടർ ഓഫ് കോമൺ മാൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ലോകായുക്ത. അപ്പോൾ സംസ്ഥാന തലത്തിൽ വാച്ച് ഡോഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നോ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ
പ്രൊട്ടക്ടർ ഓഫ് കോമൺ മാൻ, സാധാരണ ജനങ്ങളുടെ സംരക്ഷകൻ എന്ന് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ലോകായുക്ത. ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാലാണ്. വാച്ച് ഡോഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നോ അഥവാ സാധാരണ ജനങ്ങളുടെ സംരക്ഷകൻ എന്നോ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നത് ആര് അല്ലെങ്കിൽ ഏത് സംവിധാനമാണ് എന്ന് ചോദിച്ചാൽ അത് ലോകായുക്തയാണ്. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലോകായുക്തയുടെ പ്രധാന ലക്ഷ്യം. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലോകായുക്തയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ലോകായുക്തയിലെ അംഗങ്ങളെ കുറിച്ച് പറയാം. നമ്മളിപ്പോൾ കേരള ലോകായുക്തയിലേക്കാണ് വരുന്നത്. കേരള ലോകായുക്തയിലെ അംഗങ്ങൾ ഒരു ലോകായുക്തയുണ്ട്, രണ്ട് ഉപലോകായുക്തയുണ്ട്. ലോകായുക്ത, ഉപലോകായുക്ത. അപ്പോൾ അംഗങ്ങൾ മൊത്തത്തിൽ 3 പേരാണ്. ഒന്ന് ലോകായുക്ത എന്നറിയപ്പെടുന്നു, രണ്ട് ഉപലോകായുക്ത. എത്ര ഉപലോകായുക്തമാരുണ്ട്? 2 ഉപലോകായുക്തമാരും 1 ലോകായുക്തയുമാണ്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. നേരത്തെ ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ് കേന്ദ്ര തലത്തിൽ. സംസ്ഥാന തലത്തിലാകുമ്പോൾ ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. അപ്പം ലോകായുക്തയും 2 ഉപലോകായുക്തമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. അപ്പം ഈ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നു. ഈ ഗവർണറിന് ഈ നാമം നിർദ്ദേശിച്ചു കൊടുക്കുന്ന വ്യക്തി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആരുടെ നാമമാണോ നിർദ്ദേശിക്കുന്നത്, അദ്ദേഹത്തെയാണ് ഗവർണർ ലോകായുക്തയും ഉപലോകായുക്തമാരുമായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ CM, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആ നാമം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആരോടെല്ലാം സജഷൻസ് ചോദിക്കുമെന്ന് ചോദിച്ചാൽ, 1 സ്പീക്കർ, നിയമസഭാ സ്പീക്കർ, 2 പ്രതിപക്ഷ നേതാവ്. സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അഭിപ്രായം കണക്കിലെടുത്ത്, അവരുടെ അഭിപ്രായവും കൂടി കണക്കിലെടുത്ത് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളുകളെയാണ് ഗവർണർ എന്താക്കി അപ്പോയിന്റ് ചെയ്യുന്നത്? ലോകായുക്തയും ഉപലോകായുക്തയുമായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അംഗങ്ങൾ ലോകായുക്തയുമുണ്ട്, 2 ഉപലോകായുക്തമാരുമുണ്ട്. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. എന്നാൽ ഈ പേരുകൾ നിർദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആരുടെയൊക്കെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്നു? സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും. നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രി ഈ നാമങ്ങൾ ഗവർണറോട് നിർദ്ദേശിക്കുന്നതും ഗവർണർ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതും. സോ അപ്പോയിന്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഗവർണറാണ്. പക്ഷേ ഈ നാമം നിർദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ആരുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട്? സ്പീക്കറിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അഭിപ്രായം അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നാമം നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ലോകായുക്തയെക്കുറിച്ച് പറയുന്നത്? സംസ്ഥാന തലത്തിലെ അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ലോകായുക്ത. വാച്ച് ഡോഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണ സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നോ പ്രൊട്ടക്ടർ ഓഫ് കോമൺ മാൻ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സംരക്ഷകൻ എന്നെല്ലാം സംസ്ഥാന തലത്തിൽ വിളിക്കാവുന്നത് ലോകായുക്തയാണ്. ലോകായുക്തയിൽ അംഗങ്ങൾ ലോകായുക്തയും 2 ഉപലോകായുക്തമാരും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. നാമം നിർദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയും. മുഖ്യമന്ത്രി ആരുടെയൊക്കെ അഭിപ്രായം ചോദിക്കുന്നു? സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും. ഇനി ഇവരുടെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും യോഗ്യതകൾ നോക്കാം. ലോകായുക്ത എന്ന് പറയുന്ന വ്യക്തി റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിയോ അഥവാ റിട്ടയേർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. അപ്പോൾ ലോകായുക്ത എന്ന് പറയുന്നത് റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ആകാം, അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആകാം. അപ്പോൾ ലോകായുക്ത എന്ന സ്ഥാനമേൽക്കുന്ന വ്യക്തി സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വിരമിച്ച വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. ഉപലോകായുക്തയാണെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോർട്ട്
ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജി എന്ന പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തിയായിരിക്കണം ആര്? ഉപലോകായുക്ത. അപ്പൊ ലോകായുക്ത റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് അഥവാ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഉപലോകായുക്ത എന്ന് പറയുന്നത് റിട്ടയേർഡ് വിരമിച്ച എവിടെന്ന്? ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്നും വിരമിച്ച വ്യക്തിയായിരിക്കണം ഉപലോകായുക്ത എന്ന് പറയുന്നത്. അപ്പൊ ലോകായുക്ത റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ആകാം അഥവാ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകാം. ഉപലോകായുക്ത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി എന്ന പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തിയായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ലോക്പാൽ പറഞ്ഞതുപോലെ തന്നെ ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? കേന്ദ്രത്തിൻ്റെതാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഇതാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്, കേരള സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഇവർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതാണ്. അപ്പോൾ ഇവരുടെ ശമ്പളം നമുക്ക് പറയാം. ഇവരുടെ ശമ്പളം, ലോകായുക്തയുടെ ശമ്പളം എന്ന് പറയുന്നത് എന്താണ്? റിട്ടയേർഡ് SC ജഡ്ജ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളമായിരിക്കും. ഈ സുപ്രീം കോടതി ജഡ്ജിയുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഒരേ സാലറിയാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും സാലറി ഓഫ് ലോകായുക്ത എന്ന് പറയുന്നത്? സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളമായിരിക്കും ലോകായുക്തയുടേത്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം എന്തോ അതായിരിക്കും ലോകായുക്തയുടേത്. ഉപലോകായുക്തയുടേതോ ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളം, ഹൈക്കോർട്ട് ജഡ്ജിന്റെ ശമ്പളം സാലറി ആയിരിക്കും ആരുടേത്? ഉപലോകായുക്തയുടേത്. ഉപലോകായുക്തയുടെ ശമ്പളം, കാരണം അവർ എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിക്ക് കിട്ടുന്ന സാലറി തന്നെയാണ് ഇദ്ദേഹത്തിനും ഉപലോകായുക്തയ്ക്കും കിട്ടുന്നത്. എന്നാൽ ലോകായുക്തയ്ക്ക് കിട്ടുന്നതോ സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ ശമ്പളം എന്തോ അത് തന്നെയാണ് ലോകായുക്തയ്ക്ക് കിട്ടുന്നത്. ഉപലോകായുക്തയ്ക്ക് കിട്ടുന്നതോ ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളമായിരിക്കും. ഓക്കെ, ഇവർ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്ക്? ഇവരെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇവരെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? ഗവർണർ ആയതുകൊണ്ട് തന്നെ ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണറിനാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. ഇവർ ആനുവൽ റിപ്പോർട്ട് അഥവാ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക്? ലോക്പാൽ സമർപ്പിച്ചത് പ്രസിഡന്റിനാണെങ്കിൽ ലോകായുക്ത സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. അപ്പോൾ ഇവർ ലോക്പാൽ തന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണെങ്കിൽ ലോകായുക്ത തന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. ലോകായുക്ത തന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. ഇനി ലോക്പാലിനെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പം ലോകായുക്തയെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. പക്ഷെ ഗവർണർ അല്ല, ലോകായുക്തയെ റിമൂവ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, തെറ്റിക്കരുത്. ലോക്പാലിനെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. എന്നാൽ ലോകായുക്തയെ റിമൂവ് ചെയ്യുന്നത് ഗവർണർ അല്ല, സംസ്ഥാന ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോകായുക്തയെ റിമൂവ് ചെയ്യുന്നത്. ലോക്പാലിന്റെ കാലാവധി 5 വർഷം 70 വയസ്സെങ്കിൽ ലോകായുക്തയുടെ കാലാവധി 5 വർഷം എന്നേ പറയുന്നുള്ളൂ, വയസ്സ് അവിടെ പറയുന്നില്ല. അപ്പൊ ലോക്പാലിന്റെ കാലാവധി 5 വർഷം 70 വയസ്സ്, ലോകായുക്തയുടെ കാലാവധി ആണെങ്കിൽ 5 വർഷം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് ഒന്നുകൂടെ നോക്കാം. ലോക്പാലിലെ ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ചതാണ്. റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാം, അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയും ആകാം. എന്നാൽ ലോകായുക്തയാണെങ്കിലോ റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി അഥവാ റിട്ടയേർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ആകാം. ഉപലോകായുക്തയാണെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ്. ഇവരുടെ ശമ്പളം എടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റിൽ നിന്നുമാണ്. സാലറി ആൻഡ് അലവൻസ് നോക്കിക്കഴിഞ്ഞാൽ ലോകായുക്തയുടെ സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി എങ്കിൽ ഉപലോകായുക്തയുടെ സാലറി ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യം. റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഗവർണർക്കാണ്, ലോക്പാൽ നൽകുന്നത് പ്രസിഡന്റിനാണ്. ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്, ലോക്പാൽ നൽകുന്നത് പ്രസിഡന്റിനാണ്. എന്നാൽ ഇവരെ റിമൂവ് ചെയ്യുന്നത്, ലോകായുക്ത ഉപലോകായുക്തയെ റിമൂവ് ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണ്. എന്നാൽ ലോക്പാലിനെ, ചെയർമാനെയും മെമ്പേഴ്സിനെയും റിമൂവ് ചെയ്യുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഇവിടെ മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവിടെ ലോക്പാലിന്റെ കാലാവധി 5 വർഷം 70 വയസ്സെങ്കിൽ ലോകായുക്തയുടെ കാലാവധി 5 വർഷം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
ആണ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇനി നമുക്ക് കേരളത്തിലെ ലോകായുക്ത ആക്ട് എങ്ങനെയാണ് നിലവിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി നമ്മുടെ കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഒരു ലോകായുക്ത എന്ന് പറയുന്ന സ്ഥാപനം, ശ്രദ്ധിക്കുക, കേരളത്തിൽ ലോകായുക്ത എന്ന സ്ഥാപനം, ആക്ട് എന്നല്ല ഞാൻ പറയുന്നത്, സ്ഥാപനം നിലവിൽ വന്നത്, കേരള ലോകായുക്ത നിലവിൽ വന്നത് 1998 നവംബർ മാസം 15-നാണ് കേരള ലോകായുക്ത നിലവിൽ വന്നത്. അപ്പം കേരള ലോകായുക്ത എന്ന സ്ഥാപനം നിലവിൽ വരുന്നത് 1998 നവംബർ 15-നാണ്, 1998 നവംബർ 15-നാണ്. എന്നാൽ കേരള ലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പ് നൽകി അംഗീകരിക്കുന്നത് 1999-ലാണ്. 1999 മാർച്ച് 4-നാണ്. അപ്പോൾ 2 ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. കേരള ലോകായുക്ത എന്ന സ്ഥാപനം നിലവിൽ വന്നത് 1998 നവംബർ മാസം 15-നാണ്. എന്നാൽ കേരള ലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച് അംഗീകരിക്കുന്നത് 1999 മാർച്ച് 4, അടുത്ത വർഷമാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നാം, ആക്ട് വന്നില്ല, ആക്ട് വരാത്തതിന് മുൻപേ എങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായി എന്നുള്ളതാണ്. സാധാരണ ആക്ട് വരുന്നു, ഈ ആക്ടുമായി ബന്ധപ്പെട്ടാണ് സ്ഥാപനം രൂപീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ആക്ട് രാഷ്ട്രപതി അംഗീകരിക്കുന്നത് 1999 മാർച്ച് 4-നാണെങ്കിലും ഈ സ്ഥാപനം കേരളത്തിൽ നിലവിൽ വന്നത് 98 നവംബർ 15-നാണ്. അതെങ്ങനെയാണ് വന്നത് എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നാം. അതായത് 1998 കേരള ലോകായുക്ത ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ഗവർണർ. കേരള ലോകായുക്ത ഓർഡിനൻസ് 1998 ഗവർണർ പുറപ്പെടുവിച്ചു. അത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു ആ ഓർഡിനൻസിന്. അപ്പോൾ അംഗീകാരം ലഭിച്ചു. കേരള ലോകായുക്ത ഓർഡിനൻസിലൂടെ നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള ലോകായുക്ത എന്ന സ്ഥാപനം. അപ്പം കേരള ലോകായുക്ത ഓർഡിനൻസ് 1998 ഗവർണർ പുറപ്പെടുവിച്ചപ്പോൾ ഈ ഓർഡിനൻസിലൂടെയാണ് എന്തുണ്ടായത്? കേരള ലോകായുക്ത എന്ന സ്ഥാപനം ഉണ്ടായത്. അതിനുശേഷം എന്ത് പറ്റി? കുറച്ച് മാസങ്ങൾക്ക് ശേഷമല്ലേ, നവംബർ 15 മാർച്ചും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഒരു 6 മാസത്തിന് ശേഷം രാഷ്ട്രപതി അംഗീകാരം നൽകി കേരള ലോകായുക്ത ആക്ട്. അങ്ങനെ അംഗീകാരം നൽകിയപ്പോൾ ഈ ആക്ട് എന്ത് ചെയ്തു? ഈ ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തു. സാധാരണ ഒരു ഓർഡിനൻസ് 6 മാസമാണ്, പരമാവധി ഒരു ഓർഡിനൻസ് 6 മാസമാണ്, മാക്സിമം ഒരു ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. അപ്പോൾ ഓർഡിനൻസിലൂടെ നിലവിൽ വന്ന സ്ഥാപനം അത് ആക്ടിലൂടെ എന്ത് ചെയ്തു? ഈ ആക്ട് ഈ ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തു 1999 മാർച്ച് 4, അത്രയും മാത്രം. അപ്പം കേരള ലോകായുക്ത ഓർഡിനൻസിലൂടെ 98 നവംബർ 15-ന് എന്തുണ്ടായി? കേരള ലോകായുക്ത സ്ഥാപനമുണ്ടായി. ഓക്കെ, ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, അത് കൺസെന്റ് പ്രസിഡന്റിൽ നിന്ന് സൈനും കിട്ടി. അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷം കേരള ലോകായുക്ത ആക്ട് 99 നിലവിൽ വന്നപ്പോൾ അത് ഈ ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തു. പിന്നീട് ആക്ട് നിലവിൽ വന്നു 99 മാർച്ച് 4. അപ്പം അങ്ങനെയാണ് ഈ സ്ഥാപനം ആദ്യം വന്നത് കേട്ടോ, ത്രൂ ഓർഡിനൻസ്, കേരള ലോകായുക്ത ഓർഡിനൻസ് 1998. അപ്പോൾ കേരള ലോകായുക്ത എന്ന സ്ഥാപനം നിലവിൽ വന്നത് 98 നവംബർ 15-നാണ്. എന്നാൽ ആക്ട് നിലവിൽ വന്നത് 99 മാർച്ച് 4-നും. എങ്ങനെയാണ് ഈ ഒരു ആക്ട് വന്നതെന്ന് ഓർക്കുക, കേരള ലോകായുക്ത അല്ലെങ്കിൽ സ്ഥാപനം വന്നതെന്ന് ഓർക്കുക. കേരള ലോകായുക്ത ഓർഡിനൻസിലൂടെയാണ് സ്ഥാപനം ഉടലെടുത്തതും അതിനുശേഷം ആക്ട് നിലവിൽ വന്നപ്പോൾ ഈ ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ കേരള ലോകായുക്തയുടെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിലെ വികാസ് ഭവൻ. കേരള ലോകായുക്ത ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് എവിടെയാണ്? വികാസ് ഭവൻ. തിരുവനന്തപുരത്ത് വികാസ് ഭവനാണ്. അംഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ലോകായുക്തയും 2 ഉപലോകായുക്തമാരുമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അംഗങ്ങളും അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലോകായുക്ത ആക്ട് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആദ്യമായിട്ട് ലോകായുക്ത ആക്ട് നിലവിൽ വന്ന സംസ്ഥാനം
സംസ്ഥാനം ഒഡീഷയാണ്. 1970 ലോകായുക്ത ആക്ട് നിലവിൽ വരുന്നത്. ഒഡീഷയിലാണ് നിലവിൽ വന്നത്. പക്ഷെ ആക്ട് നിലവിൽ വന്നിരുന്നാലും അവിടെ ലോകായുക്ത എന്ന് പറയുന്ന ആ സ്ഥാപനം നിലവിൽ വന്നില്ല. സ്ഥാപനം നിലവിൽ വരുന്നത് 1983. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോകായുക്ത ആക്ട് നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്, 1970. എന്നാൽ ആക്ട് നിലവിൽ വന്നു, സ്ഥാപനം നിലവിൽ വന്നില്ല. സ്ഥാപനം പിന്നീട് 1983 നിലവിൽ വന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകായുക്ത നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകായുക്ത എന്ന അഴിമതി വിരുദ്ധ സ്ഥാപനം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്, 1971. അപ്പോൾ ആദ്യമായിട്ട് ലോകായുക്ത എന്ന അഴിമതി വിരുദ്ധ സ്ഥാപനം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്, 1971. എന്നാൽ ലോകായുക്ത ആക്ട് ആദ്യമായി പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്, 1970. അപ്പോൾ ലോകായുക്ത നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ്, 1971. എന്നാൽ ലോകായുക്ത ആക്ട് നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ, 1970. പിന്നീട് അവിടെ ലോകായുക്ത സ്ഥാപിച്ചത് 1983. അപ്പോൾ ഇനി 2-3 പോയിന്റുകളും കൂടെ ഉണ്ട്. അതോടുകൂടി ലോകായുക്ത തീർന്നു. കേരള ലോകായുക്ത തീർന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യ ലോകായുക്ത ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിലെ ആദ്യ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ്. എന്നാൽ നിലവിലെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരളത്തിലെ ആദ്യ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനെങ്കിൽ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ഉപലോകായുക്തമാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഹരുൺ ഉൾ റഷീദ്. നിലവിലെ ഉപലോകായുക്ത ഹരുൺ ഉൾ റഷീദ്. ഇത് കറണ്ട് അഫെയർ ആണ്, റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് ഉപലോകായുക്തയായ ഹരുൺ ഉൾ റഷീദ്. ബാബു മാത്യു P ജോസഫ്. ആരാണ്? ബാബു മാത്യു P ജോസഫ്. അപ്പൊ നിലവിലെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ഉപലോകായുക്ത ഹരുൺ ഉൾ റഷീദും ബാബു മാത്യു P ജോസഫും. അപ്പൊ കേരളത്തിലെ ആദ്യ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ഉപലോകായുക്തമാരാണ് ഹരുൺ ഉൾ റഷീദും ബാബു മാത്യു P ജോസഫ്. ഓക്കെ, അപ്പോൾ ഇത്രയോടുകൂടി ലോക്പാൽ ലോകായുക്ത എന്ന ഈ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് വായിച്ചു പഠിക്കുക. താങ്ക് യു.